രാജ്യത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തീവ്രമായി തന്നെ നടക്കുകയാണ്. പരിഷ്കരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായപ്പോൾ സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കായ വോട്ടർമാർ പട്ടികയിൽ നിന്നും പുറത്തായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ 24 ലക്ഷം പേർ വോട്ടർ പട്ടികയ്ക്ക് പുറത്തായി. ബംഗാളിൽ ഇത് 58 ലക്ഷമാണ്. തമിഴ്നാട്ടിൽ 97 ലക്ഷം പേർ പുറത്തായത്രേ. ഗുജറാത്തിൽ ഇത് 73 ലക്ഷത്തിന് മുകളിലാണ്. ഇത്രയധികം ആളുകൾ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകുന്നത്? മരിച്ചവർ, സ്ഥിരമായി സ്ഥലത്തില്ലാത്തവർ, ഇരട്ട രജിസ്ട്രേഷൻ ഉള്ളവർ, കണ്ടെത്താനാകാത്തവർ, എന്യൂമറേഷൻ ഫോറം നിരസിച്ചവർ, മറ്റുള്ളവർ എന്നീ കോളങ്ങളിൽപ്പെടുത്തി ആളുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒഴിവാക്കൽ പട്ടികയിൽപ്പെട്ട പലരുടെയും കാര്യത്തിൽ വലിയ സംശയവും ആശങ്കയും ഉയർന്നു വന്നിരിക്കുന്നു. ഇങ്ങനെ ഒഴിവാക്കപ്പെട്ട പലരും ആരാണ് എന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും വ്യക്തതയില്ല. എന്യൂമറേഷൻ ഫോറം നിരസിച്ചവർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും വ്യക്തമല്ല. പ്രധാനപ്പെട്ട ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവാൻ വിസമ്മതിച്ചവർ ഉണ്ട് എന്നാണോ നാം മനസ്സിലാക്കേണ്ടത്? കേരളത്തിൽ നാട്ടിൽ തന്നെ സ്ഥിരമായുള്ള വയോധികർ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്താനായില്ല എന്ന കാരണം പറഞ്ഞ് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതായി രാഷ്ട്രീയ പാർട്ടികൾ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. ഇതോടൊപ്പം പഠനം, ജോലി തുടങ്ങിയ ആവശ്യങ്ങൾക്കായി നാട്ടിൽ നിന്നും മാറി നിൽക്കുന്നവരെയും ഒഴിവാക്കിയതായി കാണുന്നു. വിവരശേഖരണത്തിന്റെ സമയത്ത് കൃത്യമായി ഫോറം പൂരിപ്പിച്ചു കഴിഞ്ഞ എല്ലാവരും പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം പലയിടത്തും നടപ്പായില്ല. ഫോറം പൂരിപ്പിച്ച് നൽകിയവരെ പോലും കണ്ടെത്താനായില്ല എന്ന കാരണം പറഞ്ഞ് ഒഴിവാക്കി എന്ന മാധ്യമ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. നാട്ടിൽ സ്ഥിരമായി ഉള്ളവരും കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുന്നവരും ഉൾപ്പെടെ പട്ടികയിൽ നിന്നും എങ്ങനെ പുറത്തായി എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് വ്യക്തതയില്ല. കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് പുറത്താക്കപ്പെട്ട ആളുകളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന് അവലോകന യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യക്തമാക്കുകയുണ്ടായി. ചില മേഖലകളിൽ വ്യക്തമായ രാഷ്ട്രീയ താൽപര്യത്തോടെ വോട്ടർമാരെ ഒഴിവാക്കിയെന്ന ആക്ഷേപവും ഉയർന്നു കഴിഞ്ഞു. സ്ഥലത്തെത്തി കൃത്യമായി പരിശോധിക്കാതെയും മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയും പലയിടങ്ങളിലും നടപടി സ്വീകരിച്ചുവെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. കൃത്യമായ ആസൂത്രണം നടത്തി കൂടുതൽ സമയമെടുത്ത് ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മതിയായ പരിശീലനം നൽകി അവധാനതയോടെ നടപ്പാക്കേണ്ട ഒരു പദ്ധതിയാണ് വോട്ടർ പട്ടിക പരിഷ്കരണം. എന്നാൽ ഇവിടെ ഒരു തയ്യാറെടുപ്പുമില്ലാതെ ധൃതി പിടിച്ച് നിർബന്ധ ബുദ്ധിയോടെ പദ്ധതി നടപ്പാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായത്. താഴെ തലത്തിൽ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട BLOമാർക്ക് മതിയായ പരിശീലനം നൽകിയിരുന്നേയില്ല. ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണത്തിലുണ്ടായ കുറവിനെ തുടർന്ന് BLOമാരുടെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കപ്പെട്ടു. BLOമാരെ ആത്മഹത്യയിലേക്ക് വരെ തള്ളിവിട്ടു എന്ന ആക്ഷേപം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെയുണ്ടായി. പരിമിതമായ സമയത്തിനുള്ളിൽ വളരെ ബൃഹത്തായ ഈ പ്രവർത്തനം പൂർത്തിയാക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിടിവാശി വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. എന്തിനു വേണ്ടിയാണ് കമ്മീഷൻ ഈ അനാവശ്യമായ തിടുക്കം പ്രകടിപ്പിച്ചത് എന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമായി നിൽക്കുകയാണ്. കേവലം സാങ്കേതികത്വത്തിന്റെ പേരിൽ ജനങ്ങൾക്ക് വോട്ടവകാശം നിഷേധിക്കാൻ പാടില്ല. ജനാധിപത്യ സമൂഹത്തിൽ പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ടവകാശം ഉറപ്പാക്കുകയാണ് വേണ്ടത്. സാങ്കേതികത്വത്തിന്റെ മറപിടിച്ച് പരമാവധി പേരെ വോട്ടർ പട്ടികയ്ക്ക് പുറത്താക്കുക എന്ന നിലപാടല്ല സ്വീകരിക്കേണ്ടത്. അതിനാവശ്യമായ സമയവും സൗകര്യങ്ങളും ഉറപ്പാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ട്. കേരളത്തിൽ 24 ലക്ഷം പേർക്ക് വോട്ടില്ല എന്നത് തികച്ചും അസ്വാഭാവികമാണ്. മരണപ്പെട്ടവരും സ്ഥിരമായി സ്ഥലത്തില്ലാത്തവരും ഉൾപ്പെടെയുള്ളവരെ ഒഴിവാക്കിയാലും ഇത്രയധികം പേർ സാധാരണഗതിയിൽ പട്ടികയിൽ നിന്ന് പുറത്താകാൻ വഴിയില്ല. കേരളത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലെ സ്ഥിതി എത്ര ഗുരുതരമായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. അർഹരായവരെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കമ്മീഷൻ ഇടപെടുക തന്നെ വേണം. വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടാൻ എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും രംഗത്തു വന്നു. എന്നാൽ BJPക്ക് മാത്രം ഇക്കാര്യത്തിൽ യാതൊരു പരാതിയുമില്ല, ആക്ഷേപവുമില്ല എന്നത് കേവലം യാദൃശ്ചികം മാത്രമാണോ? BJPക്ക് സ്വാധീനമുള്ള പല പ്രദേശങ്ങളിൽ നിന്നും കൂട്ടത്തോടെ വോട്ടർമാരെ ഒഴിവാക്കിയിട്ട് BJP പ്രതികരിക്കാതിരിക്കുന്നതിനുള്ള കാരണം ദുരൂഹമാണ്. രാജ്യവ്യാപകമായി ധൃതി പിടിച്ചുള്ളതും അശാസ്ത്രീയവുമായ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നപ്പോഴും അതിനെ സ്വാഗതം ചെയ്തത് BJPയാണ്. RSSും ഈ നീക്കത്തെ സ്വാഗതം ചെയ്ത് രംഗത്ത് വരികയുണ്ടായി. ബീഹാറിൽ നിന്നുയർന്ന ആക്ഷേപങ്ങളുടെ പശ്ചാത്തലത്തിൽ ജാഗ്രതയോടെ രാജ്യം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ സമീപിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ ജാഗ്രതയോടെ ഈ പ്രവർത്തനത്തെ സമീപിക്കുകയും വേണം.